അത് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ തൊണ്ടയിടാറുണ്ട്, എനിക്ക് സങ്കടം വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം, അജേഷ് മണികണ്ഠനാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, വർഷങ്ങൾക്ക് ശേഷം ഒരു വര എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ആ ചിത്രം വരയ്ക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ പകരം ഞാനൊരു ചിത്രം വരച്ചു. ഞാനെൻ്റെ ചിത്രരചന എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയതിൻ്റെ സാഹചര്യം സൂചിപ്പിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു ബുക്ക് കിട്ടിയാൽ ഒരു ദിവസം കൊണ്ട് അതിൻ്റെ 3/4 ഭാഗമെങ്കിലും വരച്ച് തീർക്കും. അതേപോലെ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. പിക്കാസോയെക്കുറിച്ച് വാചാലനാകുന്നത് 4ാം ക്ലാസ്സുകാരൻ. അപ്പോൾ അത്രത്തോളം ഞാൻ ചിത്രകലയെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്താണെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാം. രക്ഷിതാക്കളും ചിത്രരചനയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും, സമയമുള്ളവർ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചിത്രരചനയുടെ മത്സരം നടക്കുകയാണ് സ്കൂളിൽ. പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കയ്യിൽ കളർ പെൻസിലൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് എന്നോട് അവൻ്റെ കളർ പെൻസിൽ തന്നു. ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തു. 1ാം സമ്മാനം എനിക്ക് കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു. അത് കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ്. അവളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അത് അവർ എന്നോട് കാണിച്ചത് മനഃപൂർവ്വം കാണിച്ചതല്ല, ആ സാഹചര്യത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. സമ്മാനം കിട്ടിയതൊരു കപ്പാണ്, ചായ കുടിക്കുന്നൊരു കപ്പ്. ഞാനത് കാണിക്കാനായിട്ട് ഓടി ആളുടെ അടുത്ത് ചെന്നു. ഭയങ്കര അഭിമാനത്തോടു കൂടി ഞാൻ ആ കപ്പ് കാണിച്ചു. അപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണം, അയ്യേ ഇതാണോ നിനക്ക് കിട്ടിയേ, ഇതാണോ നിൻ്റെ സമ്മാനം എന്നുള്ള രീതിക്ക് പറഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല, അവരുടെ ശൈലിക്ക് പറഞ്ഞാണ്. പക്ഷേ എൻ്റെ ആ കുഞ്ഞു മനസ്സ് വല്ലാണ്ട് നൊന്തു. അത് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ തൊണ്ടയിടാറുണ്ട്, എനിക്ക് സങ്കടം വരാറുണ്ട്. ഞാൻ അവിടെ വെച്ച് എൻ്റെ മനസ്സിലേക്ക് ഒരു ഇരുട്ട് വീഴുന്ന പോലെയായിരുന്നു എനിക്ക്. ഞാൻ ആ കപ്പിലേക്ക് ഇങ്ങനെ നോക്കി, എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ഒരു കുട്ടിയെപ്പോലെ ഞാൻ നിൽക്കുക. അതിനുശേഷം ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനോട് മടി തോന്നി. എങ്കിലും പിന്നീടൊരു ദിവസം ഞാൻ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് കളർ പെൻസിലൊക്കെ എനിക്ക് ഒരാൾ മേടിച്ചു തന്നു. ആ മത്സരത്തിൽ പങ്കെടുത്തു. ഞാൻ തോറ്റുപോയി, എനിക്ക് സമ്മാനമൊന്നും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഈ കളർ പെൻസിലൊക്കെ വാങ്ങി തന്ന ആൾ തന്നെ വീണ്ടും വഴക്ക് പറഞ്ഞു, നിനക്ക് ഇത്രയും കളർ പെൻസിലൊക്കെ ഞാൻ വാങ്ങി തന്നില്ലേ, കാശ് മുടക്കിയില്ലേ, നിനക്ക് സമ്മാനം കിട്ടിയില്ലല്ലോ, സമ്മാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ പോയത്. അതും എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഈ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ചില പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അത് കിട്ടാതെ വരുമ്പം അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ള ഉദാഹരണം ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് ഒരുപാട് കളർ പെൻസിൽ വാങ്ങി കൊടുക്കാറുണ്ട്. അവൻ ഭാവിയിൽ അവൻ വലിയ ചിത്രകാരനാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. അവൻ വരയ്ക്കട്ടെ. അവൻ്റെ ആശയങ്ങൾ ചിത്രമായിട്ടാണെങ്കിലും കഥയായിട്ടാണെങ്കിലും കവിതയായിട്ടാണെങ്കിലും അവൻ്റെ ആശയങ്ങൾ അവൻ വരച്ചിടാൻ വേണ്ടി അത് ഉപയോഗിക്കട്ടെ. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാര്യം എൻ്റെ വൈഫിന് അറിയാമായിരുന്നു, ഞാൻ വരച്ചിരുന്നു എന്നുള്ളത്. ഈ അടുത്ത ദിവസം ഞങ്ങൾ തിരുവനന്തപുരം ലുലു മാളിൽ പോയി. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി അടിച്ച് പൊളിച്ച് ലുലു മാളിൽ കയറി. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു. ഞാൻ വല്ലാണ്ട് ബോറടിച്ചൊരിടത്ത് മാറിയിരിക്കുകയാണ്. മകൻ എസ്കലേറ്റർ കയറുന്നു ഇറങ്ങുന്നു. അവൻ ആ വൈബിൽ അങ്ങ് പോയി. വൈഫ് എന്തൊക്കെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരങ്ങ് പോയി. സുഹൃത്തുക്കളും എന്തൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. വിഷമിച്ച് ദേഷ്യം വന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഇറങ്ങി വന്നിട്ട് എനിക്കൊരു ചിത്രം വരയ്ക്കുന്ന പുസ്തകം, ഒരു ബുക്ക്, ഒരു ഡ്രോയിങ് ബുക്ക് എനിക്ക് തന്നു. ഞാൻ വണ്ടറടിച്ചു പോയി. ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ചെറുപ്പത്തിലേക്ക് പോയി. ഭയങ്കര ഹാപ്പിയായി. ഞാൻ അത്രയും നേരത്തെ ബോറടി എല്ലാം മാറി ഹാപ്പിയായി. ഞാൻ അവളോട് ഭയങ്കര താങ്ക്സ് പറഞ്ഞു. നിനക്ക് ഇപ്പോൾ എന്താ തരാൻ തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വരയ്ക്കുന്നതല്ലേ, വരച്ചോളം പറഞ്ഞു, തന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു. സർപ്രൈസ് പോലെ എനിക്ക് കുറച്ച് കളർ പെൻസിലും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിൽ വരയ്ക്കുന്ന കുറച്ച് പെൻസിൽ, അതിൻ്റെ കൂടെ കുറച്ച് ഉപകരണങ്ങളൊക്കെ തന്നു. അപ്പോൾ അതിനുശേഷം ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളൊരു ശീലമേ എനിക്കില്ലതായിപ്പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പഴയ കാലത്തെ കൂട്ടുകാരെ കാണുമ്പം അവർ ചോദിക്കും, അവരാദ്യം ചോദിക്കുന്നത് എടാ പഴയ പോലത്തെ ചിത്രം വരയ്ക്കുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പണ്ട് ചിത്രങ്ങളൊക്കെ വരച്ചിരുന്ന ഒരാളായിരുന്നല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അതേപോലെ ഞാനിത് മറന്നുപോയി, വരയ്ക്കാറേ ഇല്ല. പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്ത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കെച്ചൊക്കെ വരച്ചല്ലാതെ ചിത്രങ്ങൾ വരച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ വൈഫിനോട് പറയാറുണ്ട്. ഞാനിപ്പോൾ സങ്കടപ്പെടാറുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സമ്മാനം കിട്ടിയ കാര്യം ഇപ്പോഴും ഞാൻ പറയുമ്പോൾ എൻ്റെ തൊണ്ട ഇടാറുണ്ട്.
അപ്പോൾ നമ്മൾ കുട്ടികളോടൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവർ ഭിത്തിയെ വരയ്ക്കുമോ, നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ വരയ്ക്കുമായിരിക്കും, ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. ഇതൊന്നും നമുക്ക് അതിനേക്കാളും വലുതല്ല, കുട്ടികളുടെ ഭാവിയേക്കാളും വലുതല്ല. അപ്പോൾ എനിക്ക് കിട്ടിയത്, എൻ്റെ വൈഫിന് ഗിഫ്റ്റ് തന്നത് ഇതുണ്ടോ, ഇതൊക്കെ കളർ പെൻസിലൊക്കെ ഒത്തിരി മാറിപ്പോയി. ഒരുപാട് പുതിയ സൈസ് കളർ പെൻസിൽ ഇതുണ്ടോ, ഇത്രയും കളർ പെൻസിലുണ്ട്. ഇതിൽ ഞാൻ അന്ന് വരച്ചിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന കളർ പെൻസിൽ ഏതാണെന്ന് പോലും എനിക്കറിയില്ല, മാറിപ്പോയി, എല്ലാം മാറിപ്പോയി. കളർ പെൻസിൽ ഇതാ ബഹുരസം. ഇതാണെനിക്ക് സാധനം, ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇറേസർ പോലും സാധനമുണ്ട്. ഇത് എന്തിനുപയോഗിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പെൻസിൽ വെക്കുന്നതാണോ സംശയമുണ്ട്. ഇത് അറിയാവുന്നൊരു കമൻറ്റിയാണ് കേട്ടോ, ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇതെന്തൊന്നും. ഇത് പിന്നെ പെൻസിലാണ്. ഇത് ഡാർക്കസ്റ്റ് കൂടി പെൻസിലും കുറഞ്ഞ പെൻസിലും. ഇതൊന്നും എനിക്ക് മനസ്സിലായിരുന്നുണ്ടോ, ഇതെന്ത് സാധനമൊന്നും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഇതുവരെ. ഇതിനി എങ്ങനെ വരയ്ക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെച്ച് നല്ലൊരു ചിത്രം വരയ്ക്കണം, പറ്റുന്ന പോലെ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചിത്രം വരയ്ക്കണം. അപ്പം ഞാനിത് പറഞ്ഞത് മാതാപിതാക്കളും ആളുകൾ ആരാണെങ്കിലും ശരി, കുട്ടികളോട് നമ്മൾ അവരുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഭാവിയിൽ വലിയ എഴുത്തുകാരനാകുന്നത്. ചെറുപ്പത്തിൽ കഥ പറയുന്നവനായിരിക്കും ഭാവിയിൽ ചിത്രകാരനാകുന്നത്. കുട്ടികൾ എന്ത് തരത്തിലുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതിലൂടെ പറയാനുള്ളത്, നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു കരുതലാണ് ഭാവിയിൽ അവരുടെ ഫ്യൂച്ചർ. അവർ വലിയ സ്കൂളിൽ വിടുന്നതിലോ അവർക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുന്നതിലൊന്നുമല്ല കാര്യം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അവനൊരു വര വരച്ചിട്ടുണ്ട് കാണിച്ചാലും നന്നായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് കേട്ടോ മോനെ എന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിക്കുമ്പം അവർ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആകും. അവരുടെ ബ്രെയിൻ ഡെവലപ്പാകുന്നത് ഇങ്ങനത്തെ അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ വഴി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.